ജീവനക്കാരെ പട്ടിണിക്കിടരുതെന്ന മുദ്രാവാക്യവുമായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ അതിജീവന ധർണ നടത്തി. AKSTU സംസ്ഥാന സെക്രട്ടറി M. വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ സുനിൽകുമാർ അധ്യക്ഷനായി. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വില നിലവാര സൂചികയ്ക്കനുസൃതമായി കേന്ദ്ര സർക്കാരിന്റെ സർവീസിലുള്ള ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഒരു വർഷം 2 തവണയായി ജനുവരി, ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് ക്ഷാമബത്ത ലഭിക്കുന്നത്. ഇതേ ക്ഷാമബത്ത സംസ്ഥാന തലങ്ങളിലും അനുവദിച്ചു നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരുകൾ കാലാകാലമായി കൈക്കൊണ്ട നിലപാട്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ തരത്തിലുള്ള യാതൊരു ആനുകൂല്യവും ലഭിക്കാത്ത ജീവനക്കാരും അധ്യാപകരുമാണ് കേരളത്തിലെ സർവീസ് മേഖലയിലും സ്കൂളുകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണാനുകൂല സംഘടനയായ CPI നിയന്ത്രണത്തിലുള്ള വിവിധ സംഘടനകളാണ് പ്രതിഷേധ സമരം നടത്തിയത്. ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ആർജിതാവധി ആനുകൂല്യം പണമായി നൽകുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നേതാക്കളായ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, V. രാധാകൃഷ്ണൻ, KK ആദർശ്, KV രവീന്ദ്രൻ, ജീവാനന്ദ്, TS പ്രദീപ്, K. ബീന, K. റോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.